ശക്തനായ, എനിക്ക് തോന്നുന്നു ഈ സുപ്രിയ, മഞ്ജുലാസ്, മെരിലാൻഡ്, ഉദയ എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് അരോമ എന്ന് പറയുന്നത്. അത്രമാത്രം സിനിമകൾ നിർമ്മിച്ചിട്ടുമുണ്ട്. കൂടുതലും സൂപ്പർ ഹിറ്റുകൾ തന്നെയാണ്. മലയാള സിനിമയ്ക്ക് എനിക്ക് തോന്നുന്നു അരോമ മണി സാറിന് ഒരു കാലഘട്ടത്തിലും മറക്കാൻ സാധിക്കില്ല. മലയാളത്തിൽ ഓരോ മാസവും എന്താ പറയുന്നത്, നമുക്ക് നഷ്ടങ്ങളുടെ വർഷമാണ് ഇപ്പം. അതൊരു കൊറോണ ടൈം തൊട്ട് തുടങ്ങിയതാണ്. ഒരു മരണങ്ങളും പ്രതീക്ഷിക്കാത്തതാണ്. ഓരോ മരണവും നമുക്ക് നഷ്ടം തന്നെയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ 6 ചിത്രങ്ങൾ സംവിധാനം ചെയ്ത ആളാണ്. പക്ഷേ എനിക്ക് അദ്ദേഹത്തിൻ്റെ നന്മ എന്ന് പറയുന്ന സാധനം, ഒരു പ്രൊഡ്യൂസർ എന്ന രീതിയിൽ സിനിമയ്ക്ക് വേണ്ടിയുള്ള ആത്മാർത്ഥത, പരിശ്രമം, കഷ്ടപ്പാട്, അദ്ദേഹം അങ്ങനെ ഇറങ്ങി തനിച്ച് അദ്ദേഹം ചെയ്യുന്നതാണ് എല്ലാ പ്രവൃത്തിയും. സ്ക്രിപ്റ്റ് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുള്ളി അങ്ങ് ഇറങ്ങുകയാണ് ആ സിനിമയ്ക്ക് വേണ്ടി. അത്ര ഒരു മനുഷ്യനാണ് ഇത് കിടക്കുന്നത്. മലയാള സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു ആൾക്കാരില്ല ആക്ച്വലി. കർക്കശക്കാരനായ ഒരു സൗമ്യനായിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പിടിവാശി ഒറ്റ കാര്യത്തിലേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക അച്ചടത്തിന്, നിർമ്മാണത്തിലുള്ള സാമ്പത്തിക അച്ചടക്കം, അതിന് മാത്രമേ അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നുള്ളൂ. ഒരു സംവിധായകനെ ഒരു സിനിമ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സംവിധായകൻ്റെ ഉത്തരവാദിത്വമാണ് ആ സിനിമ ഏറ്റെടുത്ത് വിജയിപ്പിക്കുക എന്നുള്ളത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു കലാഹൃദയം, ഒരു കച്ചവട മനസ്സിനോടൊപ്പം ഒരു കലാഹൃദയം കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവാണ് പത്മരാജനെ വെച്ച് സിനിമ എടുത്തത്, കഥമാണ് CBI കുറിപ്പെടുത്തത്. അങ്ങനെയൊക്കെ ഒരുപാട് സിനിമ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു സാധനമായിരുന്നു.
അർഹതപ്പെട്ട അംഗീകാരം മലയാള സിനിമയിൽ കിട്ടാതെ പോയ ഒരു നിർമ്മാതാവാണെന്ന് ഞാൻ പറയും. കാരണം 62 സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പബ്ലിസിറ്റി ഒന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. 7 പടം ഡയറക്റ്റ് ചെയ്തു. അതിൽ എങ്ങനെ നീ മറക്കും അല്ലെങ്കിൽ കുയിലിനെ തേടി എന്നൊക്കെ പറയുന്ന സൂപ്പർ ഹിറ്റുകളായ സിനിമകളായിരുന്നു. എന്തായാലും എന്താ പറയുക, മലയാള സിനിമയിൽ ഒരിക്കലും ചരിത്രത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയാത്ത പേരുള്ള എൻ്റെ നാട്ടുകാരൻ കൂടിയായ മണിസാറിൻ്റെ എന്താ പറയുക പ്രായമായി. അതുകൊണ്ട് ആകസ്മികമായ മരണമെന്ന് പറയേണ്ട. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ. ഈ പല നിർമ്മാതാക്കളും തങ്ങൾ ചെയ്യുന്ന സിനിമയെക്കുറിച്ച്, അതിൻ്റെ കഥ, അതിൻ്റെ തിരക്കഥ അല്ലെങ്കിൽ അതിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും അത്രയേറെ അങ്ങോട്ട് പഠിച്ചിട്ടൊന്നും ആയിരിക്കില്ല പലപ്പോഴും ചെയ്യാറ്. പക്ഷേ മണിസാർ വളരെ വ്യത്യസ്തനായിരുന്നു. കാരണം അദ്ദേഹം ചെയ്യുന്ന ഓരോ സിനിമയെക്കുറിച്ചും അദ്ദേഹത്തിന് കൃത്യമായ ധാരണകളുണ്ടായിരുന്നു. അതിലെ കഥയെക്കുറിച്ച്, കഥാസന്ദർഭങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെതായ ചില അഭിപ്രായങ്ങളും നിലപാടുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ചില സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. ഏറ്റവും അവസാനം മിസ്റ്റർ ബ്രഹ്മചാരി എന്ന് പറയുന്ന സിനിമയിലും ഞാനുണ്ടായിരുന്നു. അദ്ദേഹം നിറഞ്ഞു നിന്നിരുന്ന മലയാള സിനിമയുടെ ഒരു ചരിത്രം, ആ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു യുഗം ശരിക്കും അവസാനിക്കുന്നത് പോലെ തോന്നുകയാണ്.